ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ഞാൻ ഇന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടയ്ക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെ, അതിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് പച്ചടിക്ക് ഒത്തിരി വെള്ളം കൊള്ളില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ വേവണ സമയത്തിന് നമുക്ക് അരപ്പരച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പച്ചമുളക്, ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അത് ഈ ചെറിയൊരു സ്പൂണിന് ഒരു അര സ്പൂൺ കടുക്, അര സ്പൂൺ നിറച്ച് ഇട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കറിവേപ്പിലയുടെ ഇല, പിന്നെ ഇത്തിരി ഉപ്പ്, പിന്നെ ഒരു ലേശം പൊടിക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകണ്ട, ഒരു പാകത്തിന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചേക്കണ ബീട്രൂട്ടിലോട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി, നല്ലോണം വഴറ്റിയെടുക്കണ പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൈരെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കട്ട കൂടാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവാൻ നേരത്ത് കടുകിട്ട് പിന്നെ നമ്മുടെ വറ്റൽമുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ട് നമുക്ക് താളിച്ചൊഴിച്ചാൽ നമ്മുടെ കറി റെഡിയായി. എന്താ രസമില്ല കാണാനായിട്ട്, നല്ല കളറില്ലേ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു.